ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവനോ ബീറ്ററോ കേക്ക് ടിന്നോ ഒന്നുമില്ലാതെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ കേക്ക് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് മിക്സിയിൽ ഒന്ന് കറക്കി ഇഡ്ഡലിത്തട്ടിലാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പാലെടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലേവറില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്ത മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മൈദ എടുക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ 2 പ്രാവശ്യം ഒന്ന് അരിച്ചതിന് ശേഷമാണ് മൈദ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറച്ച് വീതം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കരുത്. കുറച്ച് വീതം ഇതുപോലെ വേണം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ ഓവർ മിക്സ് ചെയ്തെടുക്കാനും പാടില്ല. ഒരേ ഡയറക്ഷനിൽ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ 1/2 കപ്പ് മൈദയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിനെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ആ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഫ്ലേവറിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. നമുക്കിത് 2 ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പകുതി വീതം 2 ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ 2 ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ മാർബിൾ കേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഒരു ബാറ്ററിൽ നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ബാറ്റർ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വരും. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചോക്ലേറ്റിൻ്റെ ബാറ്ററും നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വാനിലയുടെയും ചോക്ലേറ്റിൻ്റെയും ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇതുപോലുള്ള ഇഡ്ഡലിത്തട്ടിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കണം. ഓയിൽ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം വാനിലയുടെ ബാറ്റർ 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാ കുഴിയിലും നമുക്കിതുപോലെ 1 ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായി ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഒരു 1/2 ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇതുപോലെ സെൻറ്ററിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് അതിലേക്ക് വാനിലയുടെ ബാറ്റർ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വീതം ഒഴിച്ചു കൊടുത്താൽ മതിയാകും.
ഇതുപോലെ മാറി മാറി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം വാനിലയുടെ ബാറ്റർ, പിന്നീട് ചോക്ലേറ്റിൻ്റെ ബാറ്റർ, ഇങ്ങനെ മാറി മാറി ലാസ്റ്റ് ഇതുപോലെ ചോക്ലേറ്റിൻ്റെ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം. ബാറ്ററെല്ലാം ഇതുപോലെ തട്ടിലൊന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ബേക്കായി വരുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതിയാകും. അത് ബേക്കായി വരുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും കാണാൻ. ഞാനിവിടെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഇതുപോലുള്ള ഒരു കടായിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 5 മിനിറ്റ് നന്നായിട്ട് ഇനി ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു റിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള തട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഏതെങ്കിലും ഒരു അലുമിനിയം പാത്രത്തിൽ വേണമെങ്കിലും ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു കട്ടിയുള്ള പാത്രം എടുത്താൽ മതിയാകും. ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് വരെ വേണം ഇത് ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഇതിൻ്റെ ലിഡിൽ ഹോൾ ഉണ്ടെങ്കിൽ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇത് ആവിയൊന്നും പുറത്തു പോകാൻ പാടില്ല. അതുകൊണ്ട് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് വേണം ഇതൊന്ന് ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഇതിപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇത് ബേക്കായി വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ക്ലീനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇനി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഈ തട്ടിൽ നിന്നും മാറ്റിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇളക്കിയെടുത്താൽ മതിയാകും. പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഇളകിപ്പോരും. നമുക്കിനി ഓരോന്നായി ഇളക്കി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നമുക്കിതിൽ നിന്നും ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.